Hi guys. Okay, so first night at Leeds. Yeah, first night at Leeds. നമ്മൾ ഇന്നാണ് ലിവർപൂളിൽ നിന്ന് ലീഡ്സിലോട്ട് വെക്കേറ്റ് ചെയ്ത് വന്നത്. അതെടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ റഷിന് കാരണം അതെടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ഹറിബറി ആയിരുന്നു. നമ്മൾ ആക്ച്വലി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരണം എന്നുള്ളത്. അപ്പം എല്ലാം എന്താ പറയുക, സഡൻ ആയിരുന്നു എല്ലാം. പിന്നെ പ്ലാൻഡ് വീഡിയോ ആണ് ഇത്. സോ എത്രത്തോളം അത് ബെറ്റർ ആവും എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ടു ഡു some quality videos and we are very happy to share with you guys. പിന്നെ ആദ്യം തന്നെ പറയാണ്, കുറച്ച് ഇംഗ്ലീഷ് കയറി വന്നാൽ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ബിക്കോസ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ അറിയാമല്ലോ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നത് അവരുടെ കൂടെയാണ്. യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അതാണ്. അപ്പം നമ്മൾ ഈ മലയാളം സംസാരിക്കുമെങ്കിലും ഇൻ ബിറ്റ്വീൻ ദാറ്റ് മലയാളം കയറി വരും. സോറി മലയാളം അല്ല, ഇംഗ്ലീഷ് കയറി വരും. ഇനി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിലും കോമഡി ആയിരിക്കും, മലയാളം കയറി വരും. നീ എന്തൊന്നും മിണ്ടാതിരിക്കണം, സംസാരിക്കും. സോ ഓക്കെ, അത് ഫസ്റ്റ് എക്സ്ക്യൂസ്. ദെൻ പറഞ്ഞ പോലെ തന്നെ ദിസ് ഈസ് അവർ ഫസ്റ്റ് വീഡിയോ. സോ എന്തായാലും നാളെ ഞങ്ങൾ പുറത്തോട്ട് പോകുന്നുണ്ട്, അതും നിങ്ങളെ കാണിക്കും. ഓക്കെ, അപ്പോൾ അതിലും അപ്പം ഫസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിലും എന്താ പറയുക, കുറേ മിസ്റ്റേക്സ് കാണും. എങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ട ഒന്നും അറിയില്ല. സോ നമ്മുടെ കുഞ്ഞു പിള്ളേർ ഫസ്റ്റ് സ്റ്റെപ്സ് വെക്കുന്ന പോലെ നമ്മളും വെച്ച് തുടങ്ങുകയാണ്. പക്ഷേ ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. നാളെ ഈ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊരു മെമ്മറി ആയിരിക്കും. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ ജസ്റ്റ് എടുത്ത് തുടങ്ങിയിട്ട് ഒരു പെർഫെക്റ്റ് വീഡിയോ ആകുമ്പോൾ നമുക്കത് പോസ്റ്റ് ചെയ്യാന്നൊക്കെയാണ് ഓർത്തത്. ബട്ട് അപ്പോൾ ഇവളാണ് പറഞ്ഞത് വേണ്ട, നമുക്ക് ആ ഫ്ലോസിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ പെർഫെക്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്കത് കാണാൻ പറ്റും, എവിടെ നമ്മുടെ ആ ഗ്രാഫ് ഇൻക്രീസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്ന് ഇവളാണ് സജസ്റ്റ് ചെയ്തത്. സോ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി ദാറ്റ് ഈസ് ബെറ്റർ എന്ന് തോന്നി. ബൈ ദ വേ, ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ സിറ്റി സെന്ററിലോട്ട് പോകണേ, ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഫുഡ് കഴിച്ചാണ്, ഞാൻ അധികം ഒന്നും കഴിച്ചിട്ടില്ല. ഭയങ്കര വിഷമുണ്ട്. രണ്ട് കൽപ്പിച്ച് ഫുഡ് അടിക്കാൻ പോണേ, കട ഓർത്തിട്ടുണ്ടാവുന്ന പോലെ അറിയില്ല. ഓക്കെ, സോ അപ്പോൾ ബാക്കി ഇനി അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങൾ വീണ്ടും വന്നു. ആക്ച്വലി ഇത്രയും സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ലീഡ്സ് ഞങ്ങൾ കാണിച്ചു തന്നില്ല. വെയിറ്റ്, ലീഡ്സ് നൈറ്റ് കാണുമെങ്കിലും ഞങ്ങൾ നിങ്ങൾ ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്തു. ഒരൊറ്റ മനുഷ്യരില്ല ആക്ച്വലി ഇവിടെ. 9:30 ആയിട്ടുള്ളൂ. ഇതാ നോക്ക്. ഓക്കെ, ഓൾമോസ്റ്റ് 9:30 അല്ലേ? 9:31 ആയി. ബട്ട് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സും ക്ലോസ് ആയി. ഇവിടെ ഏറ്റവും ലൈവായിട്ടിരിക്കുന്നത് ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ ആണ്. സൺഡേ അത്രയ്ക്കും ഇല്ല, ബട്ട് സ്റ്റിൽ ഫ്രൈഡേ സാറ്റർഡേ കുറച്ചുകൂടി ലൈവായിരിക്കും. ബിക്കോസ് ഫ്രൈഡേ വരെ ആൾക്കാർ നല്ല പട്ടിപ്പണി എടുത്തിട്ട് ഫ്രൈഡേ നൈറ്റ് ഇവർ ചിൽ ഔട്ട് ചെയ്യാനായിട്ട് ഇറങ്ങും. അന്ന് ഇവിടെ പബ്സിലൊക്കെ നമുക്ക് ഫ്രീ എൻട്രി ആയിരിക്കും, ബട്ട് ഡ്രിങ്ക്സ് നമ്മൾ പേ ചെയ്യണം കേട്ടോ. ദെൻ അപ്പോൾ ഇപ്പം ആക്ച്വലി നമ്മൾ ഫുഡ് തപ്പി പോവാണ്. കട ഏതെങ്കിലും തുറന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, നോക്കണം. സോ എനിക്ക് തോന്നുന്നു അവിടെ എത്തിയിട്ട് കാണിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങളും ചുമ്മാ കണ്ട് ബോറടിക്കും, എൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ? ഓക്കെ, സോ ബൈ. ഹായ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മെക്ഡിയിൽ ഞങ്ങൾ ഡിന്നർ ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞു. ഓർഡർ ചെയ്തപ്പോൾ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു, ബട്ട് പറ്റിയില്ല. സോ നമ്മുടെ ഓർഡറും പിക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഐ വിൽ ഷോ യു വാട്ട് വി ഓർഡേർഡ്. ഓക്കെ, ഇതാണ് സ്റ്റോറ്. ഇതാണ് മെക്ഡി. നിങ്ങൾക്കറിയാലോ മെക്ഡി ഇതാന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇവിടുത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട്, ഇവിടെ കുറേ മെക്ഡിയുടെ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. അവർക്ക് ഇഷ്ടംമാതിരി ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇവിടെ. അതിൽ ആണ് എനിക്കിത് ഓപ്പൺ. സോ സോറി ഗൈസ്, ഒന്ന് ബോധം. ഇവിടുത്തെ ട്രിപ്പിൾ ചീസ് പാറ്റി, എന്താ ട്രിപ്പിൾ ചീസ് ബർഗറാണിത്. സോ ഞാൻ കാണാം.
ഓക്കെ ബൈ. ഇവിടുത്തെ ബർഗർ നമ്മളെ പറ്റിച്ചു. ചെറിയ ബർഗറായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 റാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് പൊട്ടിച്ചിട്ട് കാണിക്കാം. വെയിറ്റ്, നമ്മളത് ഓപ്പൺ ചെയ്യട്ടെ. ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബട്ട് it has bacon, I think. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, അതാ ദിസ് ഇസ് ദ റാപ്പ് വി ബോട്ട്. ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്, റൈറ്റ്? ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. സോ ഇപ്പോൾ ഉള്ള ലീഡ്സ് കാണിച്ചു തരാം. ലുക്ക്, സെൽഷ്യസ് ആണ് 4. നേരത്തെ ഇറങ്ങിയപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ 6 4 നല്ല തണുപ്പ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ലൊക്കേഷൻ നോക്ക്. അപ്പോൾ അത്യാവശ്യം വയറ് ഫില്ലാവുന്ന രീതിയിൽ തന്നെ ഫുഡ് കഴിച്ചു. ഇപ്പോൾ ഒരു ചെറിയതല്ല, നല്ല രീതിക്ക് നല്ലൊരു ആശ്വാസമുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, വിശന്നിരിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട് ഫുഡ് കഴിക്കുമ്പോൾ വി ഫീൽ സോ ഗുഡ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലിവർപൂളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ലീഡ്സിലേക്ക് വന്നതാ. സോ നമ്മൾ ബാഗൊന്നും ആക്ച്വലി തുറന്നിട്ടില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ രീതിക്കൊരു അൺപാക്കിംഗ് വീഡിയോ എടുക്കണം എന്നുണ്ട്. ബട്ട് വീട്ടിലെത്തുമ്പോൾ ടയേർഡ് ആവുമോയെന്ന് അറിയില്ല. നമ്മൾ ആക്ച്വലി സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. ഒരു 10 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ ഇവിടെ നിന്ന്. അപ്പോൾ വീട്ടിൽ പോയിട്ട് അങ്ങനെ ടയേർഡ് ആവില്ല. അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നും എടുത്തിട്ടില്ല നമ്മൾ. അപ്പോൾ ജസ്റ്റ് യെസ്, ഐ തിങ്ക് സോ. അപ്പോൾ പോയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കിച്ചണിൻ്റെ ബാഗ് ഒന്ന് പൊളിക്കണം, സോറി, ഓപ്പൺ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഓപ്പൺ ചെയ്യും. അത് വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. പറ്റുകയാണെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ നാളെ എന്തായാലും എല്ലാ ഹോൾ ബാഗ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഇവിടെ ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ വേഗം ഇരുട്ടും. അതൊക്കെ വരുന്ന വീഡിയോസിൽ നമ്മൾ കാണിച്ചു തരും. ചിലപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും, ചിലപ്പം അവൾ ഒറ്റയ്ക്കായിരിക്കും. ബിക്കോസ് നമ്മൾ നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ വർക്കിന് കയറുകയാണ്. അപ്പോൾ 2 പേരുടെ ഷിഫ്റ്റ് വേറെ ആയിരിക്കും. സോ ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസും പ്ലസ് നമ്മുടെ സിംഗിൾ വീഡിയോസും നമ്മുടെ ചാനലിൽ വരും. സോ ഡു വാച്ച്. പിന്നെന്താ നല്ല തണുപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഫോണും പിടിച്ചിരിക്കും, നടക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഫോൺ എടുത്ത് വെക്കുക. കാണാം. നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ട്. Bring it with us. Okay, so till then കട്ടില്ല ഈ വഴിയാണോ? ഓക്കെ, സോ വീട്ടിലെത്തിച്ച് ബാക്കി വീഡിയോസ് കാണാം. ബൈ. ഹായ് ഗായ്സ്, ഞങ്ങൾ വന്ന് ചേഞ്ച് ചെയ്തു. ഭയങ്കര തലവേദന, അവൾക്ക് തലവേദന എടുത്ത്. അപ്പോൾ അവൾ കിടന്നു, ഞാനും കിടക്കുവാണ്. അപ്പോഴാണ് ഓർത്ത വീഡിയോ ചെയ്തില്ലത്. അതുകൊണ്ട് ഓടിപ്പോയി ലൈറ്റിട്ട് വന്ന് വീഡിയോ എടുത്തത്. ഇനി നമുക്ക് നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാൻ എണീറ്റുള്ളൂ. ഇന്ന് ഒരു ലേസി ഡേ ആണ്. ബിക്കോസ് ഇന്നലെ വന്നിട്ട് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഇപ്പോൾ ഇവിടെ 10:30. നേരത്തെ എണീക്കാന്നൊക്കെ വിചാരിച്ചൊന്നും നടന്നില്ല. ഞാൻ നിങ്ങൾക്ക് അവളെ എണീറ്റിട്ടില്ല, ഉറങ്ങണേണ്. വിളിച്ചെണീപ്പിക്കണം. കട്ടന്ന് ഉറക്കാം. അതാണ് നമ്മുടെ പുറത്തോട്ടുള്ള വ്യൂ. നമുക്ക് അവളെ പോയി എണീപ്പിക്കാം. ഇപ്പോൾ ഹൈ എനിക്ക് 10 മിനിറ്റ് പറ്റില്ല, 10:30 പുറത്തു പോണ്ടേ. എനിക്ക് ഗുഡ് മോർണിംഗ്. എനിക്ക് ഇന്ന് പുറത്തോട്ടുള്ള വ്ളോഗൊക്കെ എടുക്കാം. വാ.
അപ്പോൾ ഞങ്ങൾ എണീറ്റ് ഉറക്കം വന്നിട്ട് മേലെ കണ്ണടഞ്ഞടഞ്ഞോണം, എന്നാലും സാറില്ല എണീക്ക്. അപ്പോൾ ഞങ്ങൾ എന്താ പുറത്തു പോണ വ്ളോഗ് എടുക്കാം. ഓക്കെ, ഞങ്ങൾ എണീറ്റ് ഫ്രഷപ്പായിട്ട് പല്ല് പോലും തെച്ചിട്ടില്ല, പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് വരാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓൾറെഡി ഒരു ഗുഡ് മോർണിംഗ് കഴിഞ്ഞു എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുക. ഇന്ന് എണീറ്റപ്പോൾ നല്ല ലേറ്റായി, ബിക്കോസ് ഇന്നലെ രാത്രി വന്ന് കിടന്നപ്പോൾ നല്ല ലേറ്റായി, നല്ല ടൈമായി. അത് കഴിഞ്ഞ് ഉറങ്ങാനായിട്ടൊരു 3, 3:30, 4 മണി അങ്ങെന്തോ ആയെന്ന് തോന്നുന്നു. അപ്പം വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പ്ലീസ് forgive me. sorry, forgive us. സോ യാ, ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പെട്ടി അൺബോക്സ് ചെയ്യുന്നതാണ്. ലെറ്റ്സ് സീ. പെട്ടി ഒരു 2 തവണ താഴെ വീണിട്ടുണ്ട്. സോ അറിയില്ല എന്താ അവസ്ഥ എന്നുള്ളത്. ഇതിലിപ്പോൾ നമ്മളെല്ലാം ഒന്നും എടുക്കുന്നില്ല, മെയിൻ വേണ്ട കുറച്ച് സാധനങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. എന്താ പറയുക, ആ വീഡിയോ ചെയ്യോ, ഈ വീഡിയോ ചെയ്യോ, അങ്ങനത്തെ കമൻസൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമുക്കും ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്നുള്ളത്. നമുക്ക് നോക്കാം, ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആണെങ്കിൽ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോയി കുക്ക് ചെയ്യട്ടെ. കുക്ക് ചെയ്തിട്ട് സോയാ കുക്ക് ചെയ്യുന്ന വീഡിയോയിലേക്ക്. ഹായ്, പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഐ വിൽ ഷോ യു ഗൈസ്. നേരത്തെ പറഞ്ഞ സ്പെഗറ്റി ഇല്ലേ, അത് വെച്ചിട്ട് പാസ്തയാണോ ഉപ്പുമാവ് ഉണ്ടാക്കാം, കാരണം പാസ്ത ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ല. ഓക്കെ, സോ നമ്മൾ ഇത് വെച്ചിട്ട് ആക്ച്വലി ട്രൈ ചെയ്യാം കേട്ടോ. അറിയില്ല ഇത് എന്താകും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത്. നമ്മുടെ പ്രോ ഷെഫ് സ്വാതി. അപ്പോൾ ഇങ്ങ് നോക്ക്, ക്യാമറയിൽ നോക്ക്. ഓക്കെ, യാ, ഇതപ്പോൾ നമ്മൾ കുഞ്ഞാക്കി ഒടിക്കുകയാണ്, അല്ലെങ്കിൽ അത് ഭയങ്കര എന്താ പറയുക, ശരിക്കും ഡുണ്ടുടുമായിട്ട് കിടക്കും. അതെ, ശരിക്കും സ്പെഗറ്റി ഇങ്ങനെ തന്നെ ഇടണത് എനിക്ക് അറിയാനിട്ടല്ലോ കേട്ടോ. പക്ഷേ ഓരോ പരീക്ഷണങ്ങളാണല്ലോ കിച്ചണിൽ നമ്മൾ ചെയ്യുന്നത്, അതാണല്ലോ നമ്മുടെ അവകാശം. കുറച്ച് ഫേസിങ് ഇട്ട് വെച്ച് സംസാരിക്കാം. സോ നമ്മൾ ഇത് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. കൊള്ളൂലെന്ന് തന്നെ ഞങ്ങൾ പറയും. ആദ്യത്തെ ട്രൈ ആണ്, എക്സ്പെരിമെന്റ് വിജയിച്ചാൽ നിങ്ങൾ സ്പെഗറ്റി വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കേണ്ടതാണ്. നമുക്ക് എന്ത് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാമല്ലോ, കൂട്ട് വെച്ച് ഉണ്ടാക്കാം, ഇഡ്ഡലി വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ സ്പെഗറ്റി വെച്ച് ഉണ്ടാക്കാം. ഇന്നലെ ആക്ച്വലി നമ്മൾ ബാക്കി വന്ന നമ്മുടെ ലെഫ്റ്റ് ഓവർ പുട്ട് വെച്ച് നമ്മളൊരു വെജ് ഉപ്പുമാവ് പോലെ നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം അത് ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഉറപ്പായിട്ട് നമ്മൾ തരും. ഇപ്പോൾ ഇത് ഒടിച്ച് വന്നപ്പോൾ ഇത് ഇങ്ങനെയായി. കുറച്ചും കൂടി ഒടിച്ചു കഴിഞ്ഞാൽ അതെടുത്തു. ഞാൻ വിചാരിച്ചു ഇനി ഓടിക്കണം. വേണ്ട, ഓക്കെ. പ്രോ ഷെഫ് പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ. ഓക്കെ, സോ വൈകുന്നേരം ഞങ്ങളില്ലേ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്, അതിപ്പോ പറയുള്ള എവിടെയെന്ന് ചെന്നിട്ട് കാണിച്ചു തരാം. അത് ആക്ച്വലി എവിടെയാന്ന് എനിക്കും അറിയാൻ പാടില്ല കേട്ടോ. എവിടെയാ? ഗ്രോസറി ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞു, പക്ഷെ അതിന് ഇത്ര സർപ്രൈസ് ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് നോക്കാം. സോ യാ, ഇനിയിപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വരാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ചുമ്മാ ഇങ്ങനെ ബോറടിപ്പിക്കുന്നത് അല്ലേ? ജസ്റ്റ് നമ്മൾ വെള്ളത്തിൽ ഉപ്പും ഓയിലും ഒഴിച്ച് തിളപ്പിച്ച്, അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അത് കാണിക്കണ്ടല്ലോ. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ വരും. വെളിച്ചെണ്ണ വെച്ച് കടുക് ഇട്ടിട്ട് സവാള ഇട്ട് വരട്ടിക്കൊണ്ടിരിക്കണേ. നമ്മൾ സാധാ ഉപ്പുമാവല്ല കേട്ടോ, ഇത് മസാല ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ മസാല, നമ്മുടെ ഗരം മസാല കുറച്ചിട്ടുണ്ട്, കണക്ക് എനിക്കറിയില്ല.
അതുകൊണ്ട് എൻ്റെ ഒരു കൈ കണക്കിന് നിങ്ങൾക്ക് എന്തൊരു മസാല വേണോ അതേമാതിരി ഇട്ടാൽ മതി. കടുവറ അതെ കിട്ടാൻ തോന്നുന്നു. എനിക്ക് തുമ്മ വരുന്നു. ഇത്തിരി ചില്ലി ഫ്ലേക്സ് ഇടണം. അതായത് നമ്മുടെ ചിപ്പൂന് ചില്ലി ഫ്ലേക്സ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് അവൾ കഞ്ഞിയിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കുടിച്ചാലും കുടിച്ചോളും. അവൾ ചില്ലി ഫ്ലേക്സ് അവർക്ക് ഒരു തൃപ്തിപ്പെടാൻ ഇടണം. ഇങ്ങനെ നോക്കി പറ. അധികം ഇട്ട് കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ കാണിച്ചിട്ട് എന്നെ ഒരു ഇടകണ്ടിട്ട് ഒരു നോട്ടം നോക്കാം. അതുകൊണ്ട് നമ്മളൊക്കെ അവർക്ക് തൃപ്തിപ്പെട്ടാൻ വേണ്ടി മാത്രം ഇത്തിരി ചില്ലി ഫ്ലേക്സ്. കിച്ചൺ അത്യാവശ്യം നല്ല രീതിക്ക് മെസ്സായിട്ട് കിടക്കുകയാണ്. ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് വന്നേ ഉള്ളൂ. സോ ക്ലീനിങ്ങും പരിപാടികളും ഒന്നും നടന്നിട്ടില്ല. ഞാൻ തുമ്മി ഒരു വഴിയായി ഗൈസ്. യാ, സോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സ്പാഗറ്റി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇതിലേക്ക് കുറച്ച് കെച്ചപ്പും സോയാ സോസും ഇടാം. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ഇടാം. ഇത് ഇളക്കാനാ പാട്. ഞങ്ങൾ ശരിക്കും സ്പെഗറ്റി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇടാട്ടോ. ഞങ്ങളുടെ സാധനങ്ങളുടെ പരിമിതി കൊണ്ട് ആണിപ്പോൾ. ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗൈസ്. അങ്ങനെ ഭയങ്കര നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു എന്താ പറയുക, തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ്. അത് തന്നെയാണ് അതിന് ഏറ്റവും നല്ലത്. കാരണം ഒന്നാമത്തെ കാര്യം നമ്മുടെ കയ്യിൽ സാധനങ്ങളില്ല. ഇനിയിപ്പോൾ ഇന്നെല്ലാം പോയി മേടിക്കണം, ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം. സോ അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഒരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കാമെന്ന് വിചാരിച്ചത്. ഇറ്റ്സ് നോട്ട് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ സമയം ഇവിടെ ഏകദേശം 1:20 കഴിഞ്ഞു. 1:30 മണിയാവാറായി. സോ ഇറ്റ്സ് നോട്ട് ആർ ബ്രേക്ക്ഫാസ്റ്റ്, ഇറ്റ്സ് ആർ ബ്രഞ്ച്. ബ്രഞ്ച് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഗ്രാൻഡായിട്ട് വേണം. ബട്ട് ഇവിടെ അതും ഇല്ല ഇന്ന്. ചെയ്യാം, ബാക്കി ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. സോ ഗൈസ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. നല്ല തണുപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു പനിയും കോൾഡും എല്ലാം കൂടെ നല്ല സൂപ്പറായിട്ടുണ്ട്. കണ്ണൊക്കെ ചുമന്നിരിപ്പുണ്ടാവില്ല. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല, കോൾഡ് എന്തായാലും വരും. അപ്പം നമ്മൾ വരാതിരുന്നാൽ മതി. ഇവിടെ എല്ലാ വെനസ്ഡേയ്സിലും ഇവിടെ അടുത്ത് നമ്മുടെ ഇവിടെ ഒരു ഗ്രീൻ പാർക്ക് എന്താ ലൊക്കേഷൻ കറക്റ്റ് നമ്മളവിടെ പോയിട്ട് മെൻഷൻ ചെയ്യാം. പ്ലാനറ്റിന്റെ അടുത്ത് UK-യിലുള്ളവർ, ദാറ്റ് മീൻ ലീഡ്സിലുള്ളവർക്ക് ഇത് ഒരു ചിലപ്പം അറിയുന്നവരും ഉണ്ടാവും, അറിയാത്തവരും ഉണ്ടായിരിക്കും. സോ അറിയാത്തവർക്ക് ഇത് മേ ബി ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആയിരിക്കാം. എല്ലാ വെനസ്ഡേയ്സിലും ഇവിടെ ഒരു 7 o'clock ആകുമ്പോഴത്തേക്കും ഒരു ഓർഗനൈസേഷൻ, അത് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്, എനിക്ക് തോന്നുന്നു അത് ക്യൂർ കമ്മ്യൂണിറ്റി നടത്തുന്ന ഒരു ചാരിറ്റി പോലെ ഒരു സംഭവമാണ്. അവർ ഫ്രീ ഫുഡ് നമുക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് ഇന്ന ആൾക്കൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ. അപ്പം ഇത് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വൺ ഡേ നമ്മൾ വി വർ ട്രാവലിംഗ് ഫ്രോം ലിവർപൂൾ ടു ലീഡ്സ്. സോ ഓൺ ദാറ്റ് ഡേ ഒക്കേഷണലി നമ്മൾ ആ വഴി പാസ് ചെയ്ത സമയത്ത് നമ്മളിത് കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താ ഇവിടെ സംഭവം, ഭയങ്കര ആളും കൂട്ടവും ഫുഡും അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പം ഇവള് പോയിട്ട് ഒരാളോട് പോയി ചോദിച്ചു എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അപ്പം അത് ഇവിടുത്തെ സിറ്റിസൺ ആണ് കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ ഇങ്ങനെ എല്ലാ വെനസ്ഡേയ്സിലും ഇങ്ങനെ ഈ ഒരു ഓർഗനൈസേഷൻ ഇവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവർക്കും ഈ ഫുഡ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി കഴിച്ചോട്ടെ. ഹോട്ട് ചോക്ലേറ്റ്
എൻ്റെ സാറേ ചുറ്റുകളൊന്നും കാണൂലെന്ന് പറഞ്ഞു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഫാനായി. പിന്നെ എല്ലാ ബുധനാഴ്ച ഞങ്ങൾ വരുമ്പോൾ അവിടെ കയറി ഹോട്ട് ചോക്ലേറ്റ് കിട്ടിയ അത്രയും നല്ല അത് കുടിക്കും. പിന്നെ ഓരോ സമയം ഓരോന്നാ. നമുക്ക് ഒരു പ്രാവശ്യം പീസ ആയിരുന്നു. പിന്നെ എന്താ, പിന്നെ പൊട്ടറ്റോ ഇല്ലേ, ഇവിടെ ഉള്ള ടിപ്പിക്കൽ ഡിഷില്ലേ, ഇങ്ങനെ ബോയിൽഡ് പൊട്ടറ്റോയിൽ ചീസും ബട്ടറൊക്കെ, അതായിരുന്നു. അങ്ങനെ ഓരോന്നും ഓരോ ദിവസം. ഹോട്ട് ചോക്ലേറ്റും കോഫി എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ആ ഫുഡ് നമ്മളിവിടെ ട്രൈ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് തേഴ്സ്ഡേയ്സിലാണ് നമുക്ക് ക്ലാസ് ഉള്ളത്. സോ വെനസ്ഡേ നമ്മൾ ലിവർപൂളിൽ നിന്ന് ലീഡ്സിലോട്ട് ട്രാവൽ ചെയ്യും. അന്ന് നമ്മളിവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്യും അന്നൊരു നൈറ്റ്. ദെൻ മോർണിംഗ് ക്ലാസ്സിൽ പോകും. ഈവനിങ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യും, നമ്മൾ തിരിച്ച് ലിവർപൂളിൽ പോകും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ജോലി സെറ്റായിരിക്കുന്നത് ലീഡ്സിലാണ്. വെയിറ്റ്, സോറി, ഓക്കെ, ജോലി കിട്ടിയിരിക്കുന്നത് ലീഡ്സിലാണ്. അപ്പോൾ ഈ ട്രാവലിംഗ് ലിവർപൂൾ ടു ലീഡ്സ് ഭയങ്കര ടഫാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് നമുക്ക് മാറാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ നമ്മളപ്പോൾ ആ ഫുഡ് കിട്ടുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങും കൂടെ ഉണ്ട്. അതപ്പം എവിടെയാണെന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ആസ്ഡേ ആണ് പോകത്തുള്ളൂ. സോ ഓക്കെ, അപ്പോൾ ഇനി ബാക്കി വീഡിയോസ് നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ 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 ഗൈസ്, ഹായ്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. വെയിറ്റ്, ദാ ഇവിടെയാണ് ആ സംഭവം നടക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം. സോ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഒരു വെജ് എന്തോ ഒരു സംഭവം, പിസ്സ, ദെൻ ദിസ് ഇസ് സോസേജ് സ്റ്റൂ പ്ലസ് അതിൻ്റെ കൂടെ എന്തോ ഒരു ബണ്ണുണ്ട്, ദെൻ പിസ്സ, ദെൻ ദിസ് ഇസ് എ ഹോട്ട് ചോക്ലേറ്റ് വിത്ത് മാഷ്മെലോ ആൻഡ് വിപ്പിംഗ് ക്രീം, ദെൻ ദിസ് ഇസ് എ പ്ലെയിൻ ഹോട്ട് ചോക്ലേറ്റ്. സോ ഇനി നമുക്ക് കഴിച്ചിട്ട് കാണാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ ക്രൗഡ് ആക്ച്വലി. കണ്ടോ ഗൈസ്? പറ നമ്മുടെ അവസ്ഥ പറ. സൂപ്പർ മാർക്കറ്റ് തപ്പ ഇറങ്ങിയിട്ട് ഒരു സാധനം കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താണ് എവിടെയാണെന്നൊന്നും ഒരു അറിവില്ല. പിന്നെ നല്ല തണുപ്പ് രാത്രി. അത് വെച്ച് അല്ലെങ്കിൽ മറ്റന്നാ രാവിലെ. നാളെ ഇപ്പോൾ എനിക്ക് ക്ലാസ് അല്ല, ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. ഈവനിങ് എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. സോ നൈറ്റ് 10 to 10:30 വരെ എന്തോ ഷിഫ്റ്റ് ഉണ്ട്. അത് ഞാൻ വീട്ടിലെത്തുമ്പോൾ ഒരു സമയമാവും. സോ ആഫ്റ്റർ ദാറ്റ് പർച്ചേസിങ് നല്ല ശോകമായിരിക്കും. അപ്പോൾ അതെന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഗൈസ്, ഫൈനലി നമ്മൾ റൂമിൽ റീച്ചായി. സോ ഇരിക്കാൻ പാ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് പറഞ്ഞ പോലെ എന്തായിരുന്നു റീസൺ കണ്ടുപിടിച്ചില്ല. യെസ്, എവിടെയെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. വീട്ടിൽ എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ രാത്രി ആയതുകൊണ്ട് വിചാരിച്ചു ടയേർഡാണ്, അപ്പോൾ നാളെ പോകുന്ന ചോദിച്ചു. സോ നാളെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് 2 ക്ലാസ് ഉണ്ട്. ഈവനിങ് എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ എത്തുമ്പോഴത്തേക്കും സമയമാവും. സോ മോസ്റ്റ് പ്രോബബ്ലി ഡേ ആഫ്റ്റർ ടുമോറോ മോർണിംഗ് നമ്മൾ ഇറങ്ങും. നാളെ എന്തായാലും വീഡിയോ ഒക്കെ ഉണ്ടാവും. ബട്ട് എന്താ വീഡിയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. നാളെ സമയം മാത്രമേ യൂണിവേഴ്സിറ്റി പോണ വീഡിയോ യൂണിവേഴ്സിറ്റി കാണിച്ചു തരാം. അല്ലെങ്കിൽ പറ്റില്ല. ഞങ്ങളെന്തായാലും ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരും കേട്ടോ. ചാലഞ്ചസ്, കുക്കിംഗ് ആൻഡ് ലോട്ട് ഓഫ് തിങ്സ് ഓൾ ഇൻ വൺ പാക്കേജ് ആണ്. സോ തൽക്കാലം ഗുഡ് നൈറ്റ്.